നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നടക്കുന്ന ഒരു പ്രചരണമുണ്ട്. ഇതിലെന്താ കാര്യം, ഇതൊക്കെ ഏത് സർക്കാരായാലും ചെയ്യുന്നതല്ലേ, ചെയ്യേണ്ടതല്ലേ എന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമുണ്ടല്ലോ, നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമുണ്ടല്ലോ. ഇതുപോലുള്ള എത്ര കാര്യങ്ങളാണ് നടക്കാതെ പോയത്. കടുത്ത നിരാശയിൽ അതിൻ്റെ ഭാഗമായി ആളുകൾ എത്തിപ്പെട്ടില്ലേ. വളരെ പ്രധാനപ്പെട്ട പദ്ധതികളടക്കം നടക്കാതെ വന്നപ്പോൾ ഇനി ഒരു കാലത്തും ഇതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നാട്ടുകാർക്കുണ്ടായില്ലേ. ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടാൽ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും. നാഷണൽ ഹൈവേ പണി നടത്തുന്നതിനായി കേരളത്തിൽ വന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടതായിരുന്നു. അപ്പോൾ ഇനി നാഷണൽ ഹൈവേ ഒന്നും കേരളത്തിൽ നടക്കാനേ പോകുന്നില്ല എന്നായിരുന്നു പൊതുവെ ആളുകൾ ചിന്തിച്ചിരുന്നു. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് വലിയ പ്രാമുഖ്യം കൊടുത്തു. അപ്പോൾ എതിർപ്പുമായിട്ടൊരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നു. അവരോട് പറഞ്ഞു, ഇത് നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്, ഇതിനെ എതിർക്കാൻ പാടില്ല. നേരത്തെ കടുത്ത എതിർപ്പുകൾ ഉയർന്നപ്പോൾ ഏകദേശം ഉപേക്ഷിച്ച ആ പദ്ധതി എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അവിടെയാണ് വ്യത്യാസം. എന്തിനാണ് ഗവൺമെൻറ്, എന്താണ് ഗവൺമെൻറ് മുൻഗണന? ഒരു പദ്ധതി നാടിൻ്റെ ഭാവിക്ക് ആവശ്യമാണ്. നാഷണൽ ഹൈവേ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാഷണൽ ഹൈവേ പുതുതായിട്ട് വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സ്ഥലം ആ നാഷണൽ ഹൈവേ പോകുന്ന ഭാഗത്തുള്ള ചിലർക്ക് നഷ്ടപ്പെടും. അവരോ അവരെ സഹായിക്കുന്നവരോ ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് എതിർപ്പുണ്ടായി എന്ന് വരാം. ആ എതിർപ്പുള്ളവരുടെ കൂടെ നിൽക്കലാണോ ഗവൺമെൻറ് കടമ? അല്ല, നാടിൻ്റെ ഭാവിക്കുതകുന്ന പദ്ധതി നടപ്പാക്കലാണോ ഗവൺമെൻറ് കടമ? ഞങ്ങൾക്ക് ആ കാര്യത്തിലൊരു സംശയം ഉണ്ടായില്ല. അത് ഈ എതിർക്കുന്ന ആളുകളെ ശത്രുക്കളായി കണ്ടുകൊണ്ടല്ല, നമ്മുടെ നാടിൻ്റെ വികസനമാണ് പ്രധാനം. അതിന് പദ്ധതി നടപ്പാക്കണം. അപ്പോൾ അതിനുവേണ്ടി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ബോധ്യമാകുന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുക. എല്ലാവരും സഹകരിച്ചു. സഹകരിച്ചപ്പോൾ ഉണ്ടായ പ്രത്യേകത എന്താണെന്നറിയോ? നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുത്ത് വലിയ തുകയാണ് ആ ഭൂമിക്ക് കിട്ടുന്നത്. ആ ഘട്ടത്തിൽ കുറച്ച് വർഷമായതുകൊണ്ട് ഇപ്പം നമ്മളെ ഓർമ്മയിലുണ്ടാവില്ല, എങ്കിലും ആ ഘട്ടത്തിൽ ചിലർ പറഞ്ഞത്, ഞാനിതിനെ എതിർത്തയാളായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എതിർത്തത് തെറ്റായിപ്പോയി എന്ന്.
എനിക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത്. ഒരു പരാതിയും ആർക്കും ഉണ്ടായില്ല. ഇതല്ലേ വസ്തുത? ഒരു നാഷണൽ ഹൈവേ വന്നതുകൊണ്ട് അത് മതി എന്നല്ലല്ലോ നമ്മൾ നിലപാടെടുത്തത്. നാഷണൽ ഹൈവേക്ക് 5600 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം രാജ്യത്തൊരിടത്തും ചെയ്യാത്ത രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ? നാഷണൽ ഹൈവേക്ക് പുറമെ നിങ്ങൾക്കറിയാം, മലയോര ഹൈവേ നല്ല രീതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ? അതോടൊപ്പം തന്നെ തീരദേശ ഹൈവേ പൂർത്തിയാക്കുകയല്ലേ? രണ്ടിനും കൂടി 10,000 കോടി രൂപ നമ്മുടെ സംസ്ഥാനമാണ് ചിലവഴിക്കുന്നത്.